Good morning, ma'am. Good morning, ma'am. Good morning. Good morning, Mark. Good morning, ma'am. Good morning, Good morning, Happy ma'am. Teachers Day. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. അപ്പോൾ നമ്മള് എന്താ നമ്മള് നേരത്തെ ഡിസ്കസ് ചെയ്ത് പറയായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? എല്ലാവരുടെ കയ്യിലും PDF ഉള്ളവരൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ എടുക്കുക. ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്തു. താങ്ക് യു. എല്ലാവർക്കും വിഷ് ചെയ്ത് എല്ലാവർക്കും Happy Teachers Day. താങ്ക് യു. Happy Teachers Day, teacher. Happy Teachers Day. Happy Teachers Happy Day. Teachers Day. എല്ലാവർക്കും അറിയാം സംസാരിക്കുമ്പോൾ വോയിസ് അങ്ങനെ ക്ലിയർ ആവില്ല. ഇനി നിങ്ങൾ മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. നമുക്ക് ടീച്ചേഴ്സ് ഡേ ആയിട്ട് എന്താ ക്ലാസ് ഒന്നും വേസ്റ്റ് ആക്കില്ല. ഇന്ന് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്തേക്കാം. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അപ്പോ നിങ്ങളുടെ കയ്യിൽ PDF ഉള്ളവരൊക്കെ എടുത്ത് വെക്കാം. ഓപ്പറേഷൻ തിയേറ്റർ എല്ലാവരും എന്താ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ എല്ലാവർക്കും ഇന്ന് തിരക്കുള്ള ദിവസം കൂടിയാണ്. Anyway, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും വിഷ് ചെയ്ത എല്ലാവർക്കും ഇപ്പോഴും വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക് യു. എല്ലാവർക്കും അപ്പോ നമുക്ക് ക്ലാസ് തുടങ്ങാം. അതായത് ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്. നമ്മുടെ 2 ചാപ്റ്റേഴ്സ് ചെറുതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ അങ്ങനെ പെട്ടെന്ന് ഒരുപാട് ലയിച്ചിരിക്കാൻ തോന്നാത്ത ഒരു ചാപ്റ്റർ ആയിരുന്നു. എനിവേ ഇന്നത്തെ ക്ലാസ് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും ചിലവരൊക്കെയെങ്കിലും കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എനിവേ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഇത്തിരി സമയം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന കൃഷിയിലും വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മളെല്ലാവരും തന്നെ ഓപ്പറേഷന് ചിലപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ട് അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയവർക്ക് ഇത് പെട്ടെന്ന്, അതായത് ആ അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അതെങ്ങനെയാണ് അവിടുത്തെ ടേബിൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടാവും, എങ്ങനെയായിരിക്കും ആ പ്ലേസ് എന്ന് പറയുന്നത്, എങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നതായിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മളിതില് ഡിസ്കസ് ചെയ്യുക. അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, അതിന്റെയൊക്കെ കാര്യങ്ങൾ, അതെപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യേണ്ടതാണെന്നൊക്കെ ഉള്ളത് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി വിവരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? ഉള്ളവരൊക്കെ എടുത്തു വെക്കുക. എല്ലാവരും തന്നെ എടുത്തു വെക്കുക. ഓപ്പറേഷൻ തിയേറ്റർ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയാൻ നോക്കാം. An operation theater is a place where certain invasive surgical procedures, which means operations that involve cutting into and working inside a patient's body, take place. എന്താ പറയുക, വളരെ തനിമയാർന്ന മലയാളത്തിൽ തന്നെ പറഞ്ഞേക്കാണ്. എന്താ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? എന്താണ്? വേർ സർട്ടൻ ഇൻക്ലൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ? നമ്മളൊരു എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സിന്റെ നുഴഞ്ഞ കയറ്റത്തോടു കൂടിയിട്ട്, വിച്ച് മീൻസ് ഓപ്പറേഷൻ ദാറ്റ് ഇൻവോൾവ് കട്ടിങ് ഇൻ ടു അല്ലെ, എന്തെങ്കിലും വേണ്ടാത്ത അല്ലെ അസുഖം ബാധിച്ച മേഖലകളെല്ലാം കട്ട് ചെയ്ത് ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി ടേക്ക് പ്ലേസ്. അതിന്റെ ഉള്ളിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ അല്ലെ കട്ട് ചെയ്ത് മാറ്റി അവിടെ തിങ്ങി കെട്ടി ആ പ്രവർത്തനം എന്താണ് ബോഡിക്കും എന്താണ് അസുഖമുള്ള ഭാഗത്തെ റിമൂവ് ചെയ്യുക. കേസ് ചില ഓപ്പറേഷൻസ് നമുക്കറിയാം, കുട്ടികളുടെ ബർത്തുമായി ബന്ധപ്പെട്ടത്, അത് ഒരു ന്യൂജന്റെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ്. അതല്ലാതെ നമുക്കറിയാം മിക്കവാറും മറ്റു കാര്യങ്ങളിലൊക്കെ നോക്കി ഓപ്പറേഷന് വിധേയമാകുക എന്ന് പറയുന്നത് ആ അണുബാധിച്ച ഭാഗം റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കേടുവന്ന ഭാഗം, അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ തുന്നിച്ചേർക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനമാണ് എന്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായും നടത്തുന്നത്. An operation theater is a place where certain intrusive surgical procedure, intrusive meaning surgical ആയിട്ടുള്ള procedures, which means operations that involve cutting into and working inside a patient's body take place. അപ്പൊ എന്തെങ്കിലും കട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം, അതായത് ബോഡിയുടെ ഉള്ളിൽ തന്നെ ആണെങ്കിലും അത് ഏത് പ്ലേസിലാണോ അത് അവിടെ ആ പ്രവർത്തനം നിർവഹിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് എന്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ നടത്തുന്നത്.
These may contain either minimally invasive procedures such as the keyhole surgery, where cameras and the laparoscope are inserted through small incision, or open surgery where surgeon. Okay, ഞാൻ പഠിപ്പിച്ചു വരുന്നു. ഇൻട്രൂസീവ് എന്നാണോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? ഒന്നുഴഞ്ഞു കയറുക എന്നുള്ള, അതായത് സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് മേ കണ്ടെയ്ൻ either minimally invasive procedure, അതായത് അതിൽ എന്താ പറയുന്നത്, നമ്മുടെ ആക്രമണാത്മകമായ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കീറിമുറിക്കുക എന്നുള്ള പ്രവർത്തനമൊക്കെയാണല്ലോ, അതാണ് ഇൻവസീവ് പ്രൊസീജിയർ എന്നത്, ആക്രമണാത്മകമായ പ്രവർത്തനം. such as keyhole surgery, where cameras and laparoscope are inserted through small incision. അതായത് നമുക്കറിയാം ഇപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്, നിങ്ങൾ എങ്ങനെയൊന്ന് മെസ്സേജ് ചെയ്ത്. ഇപ്പൊ പണ്ടത്തെ മാതിരി ഒരു ഓപ്പൺ സർജറി മാത്രമല്ല, ഇപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്? ഇപ്പൊ പുതിയതായിട്ട് കേൾക്കുന്ന ഓപ്പറേഷൻസുകൾ ഏതൊക്കെയാണ്? ഓക്കെ, കീഹോൾ സർജറി ഉണ്ട്, പിന്നെ ഒരു ലാപ്രോസ്കോപ്പ് പോലെയുള്ള കീഹോൾ സർജറി. ഓക്കെ, അതൊക്കെ തന്നെ. പിന്നെ റോബോട്ട് അസിസ്റ്റഡ് സർജറി, ഇവിടെ നമ്മൾ താഴെ വായിച്ചു വരുമ്പോൾ അറിയാൻ പറ്റും. റോബോട്ട് അസിസ്റ്റഡ് സർജറി, അങ്ങനെ 2-3 തരത്തിലുള്ള സർജറി തന്നെയും ഉണ്ട്. അപ്പൊ അതിലെന്താ പറയുന്നത്? ദിസ് മേ കണ്ടെയ്ൻ either minimally invasive procedure, എന്തെങ്കിലും ആക്രമണാത്മകമായ ചെറിയ പ്രവർത്തനം നടത്തുന്നുണ്ട് കീഹോൾ സർജറിയിലാണെങ്കിൽ പോലും, where cameras and laparoscope are inserted through small incision. Incisions എന്ന് വെച്ചാൽ ചെറിയ മുറിവുകൾ. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വാരം അല്ലെങ്കിൽ മുറിവ്, അതിലൂടെയാണ് എന്താ ഈ കീഹോൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആ ക്യാമറയോട് കൂടിയിട്ടുള്ള മെഷീൻസ് അല്ലെ, അത് അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളല്ല അല്ലെങ്കിൽ വയേഴ്സ് അതൊക്കെ അതിന്റെ ഉള്ളിലെ കടത്തി വിട്ടതിന് ശേഷമാണ് എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ അത് വിരിപ്പിച്ചാൽ സാധാരണയായിട്ട് കീഹോൾ സർജറി ഒക്കെ ചെയ്യുന്നത് സ്tomachുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് ചെയ്യുന്നത് ആ പ്രവർത്തനങ്ങളൊക്കെയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ പ്ലേസ് അത് വളരെയധികം സൈഡൊക്കെ പുഷ് ചെയ്ത് അതിനെ വളരെ വലുതാക്കി അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ഏത് ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അതൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ആ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു മുറിവ് സുഷിരത്തിലൂടെ കൂടി തന്നെ ഈ സംഭവങ്ങൾ ഈ വയേഴ്സ് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള വയേഴ്സ് ഒക്കെ കടത്തിവിടാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് അതിൽ ചെയ്യുന്ന വേറെ എന്ത് പ്രത്യേകതയായിരിക്കും കീഹോൾ സർജറി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുറിവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാള് എന്താണ് ഇത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, വലിയ മുറിവാണെങ്കിൽ അത് കൂടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നാള് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് വരും, അപ്പൊ റെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും. പക്ഷെ ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈമേ നമുക്ക് റെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രത്യേകതകള്. അപ്പൊ ഈ സെന്റൻസിൽ എന്താ പറയുന്നത്? ദിസ് മേ കണ്ടെയ്ൻ either minimally invasive procedures such as keyhole surgery, where cameras and laparoscope are inserted, ഉള്ളിലൊക്കെ കിടക്കുന്നത് through small incision, ചെറിയ മുറിവിലൂടെ, or open surgery, where surgeon make a large cuts to reach the internal organs. അപ്പൊ ഓപ്പൺ സർജറി ആണെങ്കിൽ നമുക്കറിയാം അത് ഓപ്പൺ ആക്കിയിട്ട് അല്ലെ, ലാർജ് മുറിവ് ലാർജ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ നമ്മൾ പഠിച്ചിട്ട് അത് ഏത് ഭാഗമാണ് മാറ്റുന്നതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഏത് ഭാഗമാണെന്നുള്ളത് ഓപ്പൺ ആയിട്ട് ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ നല്ല അത്രയും ഇത്തിരി കൂടി സ്പേസില് എന്താ പറയുക മുറിവ് ഉണ്ടാക്കേണ്ടത് ആവശ്യകത. Then robot assisted surgery allows surgeons to perform certain procedures through small incision. ഇവിടെയും എന്താണ് ചെറിയ മുറിവുകളിലൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷേ റോബോട്ട് അസിസ്റ്റഡ് സർജറിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് റോബോട്ട്സിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മുറിക്കേണ്ട വസ്തുക്കളൊക്കെ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളെല്ലാം പിന്നെ ആ മെഷീൻസുകൾ അല്ലെ റോബോട്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിന് മെയിൻ ചെയ്യേണ്ട ഒരു കാര്യം അതിന്റെ ഡയഗ്നോസിസ് അല്ലെ, രോഗത്തിന്റെ നിർണയവും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ഡോക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്താണ് റോബോട്ടിന്റെ ഹെൽപ്പ് ഈ ഓപ്പറേഷനിലൊക്കെ ആവശ്യമായ ഹെൽപ്പ് ആ ഡിവൈസുകൾ ഉപയോഗിക്കാനുള്ള ഹെൽപ്പ് എന്താണ് റോബോട്ടിന്റെ സഹായം കിട്ടും എന്നുള്ളതാണ് എന്റെ റോബോട്ട് അസിസ്റ്റഡ് സർജറിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതിൽ 3 തരത്തിലുള്ള സർജറികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കീഹോൾ സർജറി, ഓപ്പൺ സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി. അതായത് ചെറിയൊരു കാര്യം മനസ്സിലാക്കണം, ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള സർജറികളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് OR, അതാണ് ഓപ്പറേഷൻ റൂം എന്നും അറിയപ്പെടുന്നു. ഓപ്പറേഷൻ തിയേറ്ററിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് റൂംസ്.
ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഒരു ചെറിയ പാരഗ്രാഫ് ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നടത്തുന്നത്. ഓപ്പറേഷൻസ് ആണ്. അതിപ്പോ 3 തരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. തമിഴ് വിവരിക്കുന്നു. എന്താണ്? ഓപ്പൺ സർജറി ഉണ്ട്, ദെൻ കീഹോൾ സർജറി ഉണ്ട്, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് റോബോട്ട് അസിസ്റ്റഡ് സർജറി ആണ്. ഇപ്പോ കീഹോൾ സർജറിയിലാണെങ്കിലും റോബോട്ട് അസിസ്റ്റഡ് സർജറിയിലാണെങ്കിലും ചെറിയ മുറിവ് അതാണ് അവർ പറയുന്നത് ഇൻസിഷൻസ്. അത് മുറിവ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. മറ്റേതിനാണെങ്കിൽ ഓപ്പൺ സർജറി ആണെങ്കിൽ വലിയ മുറിവാണെന്ന് അവര് വിവരിക്കുന്നു. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന് മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നു ഓപ്പറേഷൻ റൂം. ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ. 2-3 പ്രാവശ്യം അത്യാവശ്യം 2-3 പ്രാവശ്യം ടേംസ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, ഓപ്പറേഷൻ റൂമിന്റെ എൻവയൺമെന്റ്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂമിന്റെ എൻവയൺമെന്റ്. ഓക്കെ, അതിന്റെ ആ പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് പറയുന്നത്. Operation rooms are germ-free environments. All persons should wear a protective clothing made gloves as well as shoe covers, masks, caps, eye shields, and other coverings to prevent the spread of germs. അതായത് ഓപ്പറേറ്റിംഗ് റൂമിലൊക്കെ നമുക്ക് അറിയാം അല്ലെ, നമ്മൾ തന്നെ ഓപ്പറേഷൻ റൂമിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഓപ്പറേഷൻ റൂമിൽ വരുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, ഈവൻ ഓപ്പറേഷനൊക്കെ വിധേയമാകുന്ന പേഷ്യന്റ് പോലും എന്താണ് അവർക്ക് അവരുടേതായ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അല്ലെ, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഡോക്ടേഴ്സ് ഒക്കെ വരുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം എപ്പോഴും എന്താ പറയുക, ചിലപ്പോ അണുക്കളെയൊക്കെ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മുറിവ് ആയ ഭാഗം എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഓപ്പറേഷനിലേക്ക് പ്രധാനമായിട്ട് വിധേയമാകുന്നത്. അപ്പൊ അതിൽ നിന്നും ഈ ഡോക്ടേഴ്സിനാണെങ്കിൽ ഹെൽത്ത് ആയിട്ട് പ്രൊട്ടക്റ്റീവ് ചെയ്തിരിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം എന്താണ്, അത് പെട്ടെന്ന് അസുഖങ്ങൾ കയറി പിടിക്കാനായിട്ട് അണുക്കളും അവർക്കും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? അതിനനുസരിച്ച് അങ്ങനെ അണുക്കളൊന്നും കയറിപ്പെടാതിരിക്കാൻ തക്ക വിധത്തിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടേയാണ് റൂമിലേക്ക് പോവുകയുള്ളൂ, പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജെം-ഫ്രീ എൻവയൺമെന്റ്. അവിടെ എപ്പോഴും എന്താണ്, നമ്മളുടെ അണുക്കളൊന്നും ഇല്ലാത്ത ഒരു പരിസ്ഥിതി ആയിരിക്കണം. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ എ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയ്മഡ്. പ്രൊട്ടക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും സംരക്ഷണത്തിന് വിധേയമായിട്ടുള്ള എന്താണ് ക്ലോത്ത്സുകള് വെയേഴ്സ് അവർ ധരിച്ചിരിക്കണം. വെയർ എന്ന് വെച്ചാൽ ധരിക്കുക. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ നൽകുന്ന, സംരക്ഷണം നൽകുന്ന വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രബ്സ്, അതിന് പറയുന്ന പേരാണ് സ്ക്രബ്സ്. as well as the shoes covers. അതിൽ എന്തൊക്കെ പെടും? എന്താ പറയാ, ഷൂ കവർ അല്ലെ, അതിന് പാദരക്ഷകൾ ഉണ്ടാവും, മാസ്ക് ഉണ്ടാവും, ക്യാപ്സ് തൊപ്പി ഉണ്ടാവും, ഐ ഷീൽഡ്, നമുക്കറിയാം ഷീൽഡ് ഒക്കെ വെച്ച് നമ്മള് ഒന്നും വേണ്ട, നമ്മുടെ കോവിഡ് ടൈമില് അവരുടെ ആ ഒരു പ്രിക്കോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അവർക്ക് ക്ലോത്ത് അല്ലെങ്കിൽ ഐ ഷീൽഡ്, അതായത് ഒരു ക്യാപ്പൊക്കെ വെച്ച് ഐ ഷീൽഡ് ഒക്കെ ചെയ്തു, മാസ്ക് ഒക്കെ ധരിച്ച് എന്താണ് കൈയൊക്കെ കവറൊക്കെ ചെയ്ത് അതിനനുസരിച്ചുള്ള എല്ലാ പ്രിക്കോഷൻസ് ഉണ്ട്. അതായത് രോഗം ആ വ്യക്തികൾക്കും രോഗം കയറി പിടിക്കാതിരിക്കാൻ തക്കത്തിൽ അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിനും രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ, ആ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്തുകൾ ധരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ അതർ കവറേജിങ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. പ്രിവെന്റ് എന്ന് വെച്ചാൽ തടയുക, അതെ, മുൻകരുതലായിട്ട് എടുക്കുക എന്നുള്ളതാണ്. പ്രിവെന്റ് എന്ന് വെച്ചാൽ മുൻകരുതലുകൾ എടുക്കുക. ദ സ്പ്രെഡ് ഓഫ് ജേംസ്, ജേംസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കത്തക്ക വിധത്തിലുള്ള എല്ലാ അവയർനെസ്സും, അതായത് ഡ്രസ്സുകളും ക്ലോത്ത്സുകളും എല്ലാം തന്നെ അവര് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, then the operating room should be luminous and the temperature should be very cool. അതായത് ഓപ്പറേറ്റിംഗ് റൂം എന്താണ്, ഷുഡ് ബി ലൂമിനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചം, നല്ല പ്രകാശമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ലെ. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ സംഗതികൾ എല്ലാം നമ്മളുടെ ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും അവിടെ കൈകാര്യം ചെയ്യേണ്ട നഴ്സുമാർക്കൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പൊ നല്ല പ്രകാശമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. And the temperature should be very cool. ടെമ്പറേച്ചർ ആണെങ്കിലോ വെരി കൂൾ ആയിരിക്കണം, വളരെ. അത് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോഴും എന്താണ് AC ആണ് അല്ലെ, ഭയങ്കര കൂളായിട്ടുള്ള പ്ലേസ് ആണ്. വീണ്ടും പറയുന്നുണ്ട് ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷനിങ് ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. എന്തുകൊണ്ടാണ് ഈ എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അവിടെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റ്, അത് പ്രതിരോധ മാർഗം, അതായത് ബാക്ടീരിയകളൊന്നും വളർച്ച പ്രാപിക്കും. നമുക്കറിയാം ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും അണുക്കളൊക്കെ പ്രസരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കണ്ണിൽ നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ ചെറിയ ഇതാണ് അണുക്കളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അതൊന്നും ബാക്ടീരിയസ് ഒന്നും ഫോം ചെയ്യും, വളർച്ച പ്രാപിക്കാതിരിക്കാൻ തക്ക വിധത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, അതായത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള കൂളൊക്കെ ആണെങ്കിൽ അവയ്ക്ക് ഗ്രോത്ത് സാധ്യത കുറവാണ്. അപ്പൊ
അതുകൊണ്ടാണ് ആ പ്ലേസ് എപ്പോഴും എയർ കണ്ടീഷനിങ് റൂമായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വിവരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേർം ഫ്രീ എൻവയൺമെന്റ്, എപ്പോഴും എൻവയൺമെന്റ് ജേർം ഫ്രീ ആയിരിക്കണം. All persons should wear a protective clothing, scrubs as well as shoe covers, masks, caps, eye shields, and other coveraging to prevent the spread of germs. The operating room should be luminous. Luminous means prakashapuriyamayirikkanam, and the temperature should be very cool. Operating rooms should be air conditioned to help prevent the infection through bacterial filtration system. Okay, clear ayo? അപ്പൊ വായിച്ചു പോകുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഓപ്പറേഷൻ റൂം എന്ന് പറയുമ്പോൾ നമ്മള് പരിചിതമായ സ്ഥലമായത് കൊണ്ടാണ് അത് ഓക്കെ നമുക്ക് മനസ്സിലായി പോകുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഓപ്പറേഷൻ റൂം എക്വിപ്മെന്റ്? ഓക്കെ, ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജുകൾ അയച്ചോളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. നോക്കാം എന്താണ് ഓപ്പറേഷൻ റൂം എക്വിപ്മെന്റ്, എന്താണ് അവിടുത്തെ എക്വിപ്മെന്റ്സ് നോക്കാം. എന്താണ് എന്തൊക്കെ ഉപകരണങ്ങളാണ്? An operating room has a special equipment like respiratory and cardiac support. ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതില് നിങ്ങൾ എന്താ പറയാ വായിച്ചു നോക്കും. കയ്യിലെ PDF ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാൻ എളുപ്പമായിരിക്കും. ഇത് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഓപ്പറേഷന് വിധേയമാക്കുന്ന പേഷ്യൻസിനോടൊപ്പം തന്നെ എന്താണ് ഡോക്ടേഴ്സും നഴ്സുമാരും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ എന്താണ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, അതായത് നമ്മളുടെ ഒരു എന്താ പറയുക ചെറിയൊരു ഷോർട്ട് പറഞ്ഞ PP കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. PP കിറ്റ് ധരിച്ചിരിക്കണമെന്നുള്ള PP കിറ്റ് എന്ന് പറയുമ്പോൾ അതായത് അതിൻ്റെതായിട്ടുള്ള ഡ്രസ്, ക്ലോത്ത് വെയർ, അതേപോലെ തന്നെ മാസ്ക്, അതേപോലെ തന്നെ ക്യാപ്പ് ഉണ്ടെങ്കിൽ ക്യാപ്പ്, പിന്നെ ഐ ഷീൽഡ്, അതേപോലെ കയ്യുറകള്, പിന്നെ പാദരക്ഷകൾ, ഇതെല്ലാം എന്താണ് ഈ അണുക്കള് എന്താണ് ഇവരുടെ മേത്തൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ അവർ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതെല്ലാം ഡിസ്പോസ് ചെയ്യും. എവിടേക്കാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് അത് മാറ്റി വെക്കേണ്ടത് അല്ലെ? ഡിസ്പോസ് ചെയ്യാന്ന് പറയുന്നത് അതെല്ലാം എവിടേക്കാണ്. ചിലത് എന്താ പറയുക റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ചിലത് റീയൂസ് അല്ലാതെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കും. അപ്പൊ അതാത് ബോക്സുകളിലേക്ക് അതെല്ലാം നിക്ഷേപിക്കും. അപ്പൊ ആ ടൈമില് എന്താണ് പക്ഷെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സുകളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അതായത് അണുക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ക്ലോത്തുകളൊക്കെ ധരിച്ചിട്ടാണ് അതിലേക്ക് പ്രവേശിക്കുക. അണുക്കൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിലേക്ക് അവരുടെ ശരീരത്തിലേക്ക് വ്യാപിക്കാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പൊ അത്തരം വസ്തുക്കളുടെ പേരുകളാണ്, ആ ക്ലോത്തുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, ഐ ഷീൽഡ് ആൻഡ് അതർ കവറിംഗ് പ്രിവെന്റ് സ്പ്രെഡ് ജെംസ്. പിന്നെ പറയുന്നു ആ പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്, നല്ല ലൂമിനിയസ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം, അതായത് നല്ല തെളിച്ചമുള്ളതായിരിക്കണം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെരി കൂൾ ആയിരിക്കണം. പിന്നെ തന്നെ അതെന്നെ വീണ്ടും പറയുന്നത് എയർ കണ്ടീഷന്റെ പ്രത്യേകത. അത് എന്തുകൊണ്ടാണ് എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്, അവിടെ നിന്ന് ബാക്ടീരിയ വളർച്ച പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എയർ കണ്ടീഷൻ ആയിട്ടുള്ള പ്ലേസ് ഓപ്പറേഷൻ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങളെ ക്ലാസ്സും കൂടി മിക്കവാറും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൂടി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഓപ്പറേഷൻ റൂം എക്യുപ്മെന്റ്, നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഓപ്പറേഷൻ റൂം എക്യുപ്മെന്റ്, അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളെ കുറിച്ച് പറയാം. ഓപ്പറേറ്റിംഗ് റൂം ഹാസ് എ സ്പെഷ്യൽ എക്യുപ്മെന്റ് ലൈക്ക് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയക് സപ്പോർട്ട്, എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസസ്, പേഷ്യന്റ് മോണിറ്റേഴ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് എക്സെട്ര. അതായത് ഓപ്പറേഷൻ റൂമിൽ നമുക്കറിയാം അവരെ ഓപ്പറേഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ടാവും അല്ലെ? പക്ഷെ അതോടൊപ്പം തന്നെ ചില മെഷീൻസും കൂടി അവർ കീപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും നമുക്ക് ഓക്സിജന്റെ നമ്മുടെ സപ്പോർട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ പ്രഷർ കൂടിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട ഓക്സിജൻ എടുക്കുന്നതിന്റെ അളവോ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കൊടുക്കുന്നതിന്റെ അളവൊക്കെ ശരിക്കും ഈക്വലൈസ് ചെയ്ത് വരാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ എന്താണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓക്സിജൻ സിലിണ്ടർ പോലത്തുള്ള വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം അവിടെ കീപ്പ് ചെയ്യണം. കാർഡിയാക് സപ്പോർട്ട് നമുക്കതറിയാം. അതേമാതിരി തന്നെ നമ്മുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചിലപ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി പോകാനൊക്കെ ഹെൽത്ത് ബീറ്റ് ഒക്കെ കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകൾ നമുക്ക് ചില ഇതികളിലൊക്കെ നമുക്ക് അത് താഴേക്ക് വിവരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് കാർഡിയോഗ്രാഫേഴ്സ് യൂണിറ്റ്, ECG മെഷീൻ. ആ മെഷീനൊക്കെ നമ്മൾ അതിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം ഇതെല്ലാം മോണിറ്റർ ചെയ്ത് കാണിക്കും. അതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവര് പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത് കാർഡിയാക് സപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. എമർജൻസി
റെസിസ്റ്റീവ് ഡിവൈസസ്, അതായത് നമ്മുടെ പെട്ടെന്ന് തന്നെ കുട്ടി ആ വ്യക്തി അബോധാവസ്ഥയിലൊക്കെ ആയി പോവുകയാണെങ്കിൽ അവരെ പുനർജീവനത്തിന്, അതാണ് റെസിസ്റ്റീവ് ഡിവൈസ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മെഷീൻസ് ഡിവൈസുകൾ ഉണ്ടാവും. ദെൻ പേഷ്യന്റ് മോണിറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ECG മെഷീൻ പോലത്തുള്ള മോണിറ്റേഴ്സ്, അതായത് അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ അവര് ആ രോഗിയുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതിലിങ്ങനെ മോണിറ്റർ ചെയ്ത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് വരും. ഹാർട്ട് ബീറ്റും അല്ലെങ്കിൽ പൾസ് അങ്ങനെ എന്തൊക്കെയാണോ അതൊക്കെ മോണിറ്റർ ചെയ്ത് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലോ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും. അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് എക്സെട്ര. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഏതാണ് ഇതിന്റെ ഒരു രോഗനിർണയത്തിന് വേണ്ടിയിട്ട്, ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗനിർണയം. അപ്പൊ രോഗനിർണയത്തിന് ഇന്ന എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട് എന്ന് ഡോക്ടേഴ്സിനെ തോന്നിയാൽ ആ അത്തരത്തിലുള്ള ടൂൾസുകളെല്ലാം എവിടെ ഉണ്ടായിരിക്കണം? ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയാ, എല്ലാം അല്ലെ, ഒരുപാട് നമ്മൾ ഡീപ്പായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കുറച്ച് എക്യുപ്മെന്റ്സിന്റെ പേരുകളെല്ലാം പറയുന്നത്. എന്താണ്? റെസ്പിറേറ്ററി ആയിട്ടുള്ള എന്ന് വെച്ചാൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട, ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ടുള്ള ഡിവൈസ്. ദെൻ കാർഡിയക്ക് സപ്പോർട്ട്, നമ്മുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഡിവൈസ്. അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഡിവൈസ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ബോധക്ഷയം അങ്ങനെയൊക്കെ അബോധാവസ്ഥയിലൊക്കെ ആവുകയാണെങ്കിൽ അതിനെ ഒന്ന് കൈകാര്യം ചെയ്ത് മാർക്ക് ചെയ്തിട്ട് പുനർജീവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വീണ്ടും അതിൽ നിന്ന് ആ അബോധാവസ്ഥയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ. പേഷ്യന്റ് മോണിറ്റേഴ്സ്, പേഷ്യന്റിന്റെ അപ്പോഴത്തെ ആരോഗ്യാവസ്ഥ അത് കാണിച്ചു തരുന്ന മോണിറ്റർ മെഷീൻസുകൾ. അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, അത് നിർണ്ണയിക്കുന്ന, അപ്പൊ രോഗം നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിന് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ ടൂൾസുകളെല്ലാം എന്താണ് ഓപ്പറേഷൻ റൂമില് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആയോ? പിന്നെ കണ്ടിന്യൂ ചെയ്യാം. അതിൽ നമ്മൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? സം ഓഫ് ദ, ഓക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് തമ്പ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ദ സ്റ്റാഫ് ഹു വർക്ക് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, റെസിസ്റ്റേറ്റീവ് ഡിവൈസുകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മുടെ വ്യക്തി ഡൗൺ ആയി പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പുനർജീവനം, ജീവിതം അല്ലെ, ജീവിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഡിവൈസുകൾ, അതുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ, കുറച്ച് ഡിവൈസുകളുടെ കാര്യങ്ങളെല്ലാം താഴേക്ക് വരും. പിന്നെ ഇതേമാതിരി തന്നെ എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ തന്നെ ഒരു വലിയ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓരോ ഇതുകളുടെ, ഓരോ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകളുടെ തന്നെ ഒരു മൊത്തത്തില് ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അത് വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. ആ മെഷീൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിവരിച്ച് തന്നെ പഠിപ്പിക്കുന്നത്. ഇതിലെ ചെറുത്ത് എന്തായാലും പറയാ, ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വെറുതെ ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് എക്യുപ്മെന്റ്സിന്റെ കാര്യം പറയുന്നത്. അതായത് ഈ വ്യക്തിക്ക് ഡൗൺ ആയി പോയി കോൺഷ്യസ് ആയിട്ട് പോകും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അൺകോൺഷ്യസ് ആയി പോവുകയാണെങ്കിൽ കോൺഷ്യസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ്. Okay, then some of the staff who work in operating theaters. Okay, example defibrillator. Okay, defibrillator എന്ന് വെച്ചാൽ ഹേർട്ട് അല്ലെ, നമ്മൾ അത് താഴേക്ക് വരുന്നുണ്ട്. ഹേർട്ട് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ചെറിയൊരു വൈദ്യപ്രവാഹം കൊടുത്തിട്ട് അവരെ, ഓക്കെ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. അത് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കാം. ഡിഫിബ്രില്ലേറ്റർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മെഷീൻ, അതായത് ഹേർട്ട് നിലച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചലനം വരുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു വൈദ്യുത പ്രവാഹം കടത്തി വിടും. ആ ഒരു മെഷീൻ വെച്ച്, ഡിഫിബ്രില്ലേറ്റർ പോലത്തെയുള്ള ആ ഒരു മെഷീൻ വെച്ച് ഒരു വൈദ്യുത പ്രവാഹം കടത്തി വിടും. അപ്പൊ എന്താണ് ആ ഹേർട്ട് ഒന്നുകൂടി ചലിക്കാൻ, അല്ലെ അതിന്റെ ചലനം ഒന്നുകൂടി ചലിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്ത് വ്യക്തിയെ കൂടുതൽ പെട്ടെന്ന് തന്നെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മെഷീൻസ് ഇതെല്ലാം പറയുന്നത് ശരിയാണ്. ഡിഫിബ്രില്ലേറ്റർ പോലത്തെയുള്ള മെഷീൻസ് അത് ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ അത് തന്നെ അങ്ങനത്തെ ഡിവൈസുകൾ എന്താ ഇവിടെ ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Then some of the staff who work in operating theater consist of the following. കുറച്ച് കുറച്ച് സ്റ്റാഫുകളുടെ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് സ്റ്റാഫുകളുടെ കാര്യം. സർജൻ ഹു പെർഫോം ദ ഓപ്പറേഷൻ. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്താ സർജൻ അല്ലെ, ആ ഓപ്പറേഷൻ നടത്തുന്ന ആ ഒരു ഡോക്ടർ, ഫിസിഷ്യന്. അനദർ പേഴ്സൺ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ആരായിരിക്കും? നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ തന്നെ മെസ്സേജ് അയച്ച് ആരൊക്കെ ഉണ്ടായിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ? ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആവൂലേ? നേഴ്സുമാരൊക്കെ ആയിരിക്കും. പിന്നെ
നഴ്സുമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, പിന്നെ ബോധമൊക്കെ കിടക്കണ്ടേ, നമുക്ക് ഭയങ്കര ഇതായിരിക്കും, പെയിൻ ആയിരിക്കും. ഓക്കെ, അനസ്തേഷ്യ ഡോക്ടർ ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ടെക്നീഷ്യൻ, OT ടെക്നീഷ്യൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ചില ഇതുകളല്ല അല്ലെ, നമ്മളുടെ ഇതിനോടൊപ്പം തന്നെ നോട്ടിന്റെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ വ്യക്തികളുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ആ വ്യക്തികളൊക്കെ ആരായിരിക്കും? കാർഡിയോളജിസ്റ്റ്, അങ്ങനെയൊക്കെ. ഓക്കെ, നഴ്സിംഗ് അസിസ്റ്റന്റ്, നഴ്സുമാർ കുറച്ച് കൂടുതൽ പേരുണ്ടാവും അല്ലെ. അതിന്റെ അസിസ്റ്റന്റ് ഉണ്ടാവും, മെയിൻ നേഴ്സ് ഉണ്ടാവും, പാരാമെഡിക്കൽസ്. ഓക്കെ, അവരെല്ലാം എന്താണ് ഇതിൽ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം, താഴേക്ക് നോക്കാം, നിങ്ങൾക്ക് ഇത്തിരി കൂടെ ക്ലിയർ ആയിട്ടാവും. എന്താണ് സർജൻ ഹു പെർഫോം ദ ഓപ്പറേഷൻ. സർജൻ നമ്മൾ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സർജൻ ഉണ്ടാവും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അനസ്തേറ്റിക് ഡോക്ടർ ഉണ്ട് അല്ലെ, അനസ്തേറ്റിക്സ് who give anesthetics to restrain pain both before and during the operation. നമുക്കറിയാം എന്താണ് അനസ്തേഷ്യ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഓപ്പറേഷന്റെ ടൈമിൽ നമുക്ക് വേദനകളൊന്നും, പെയിൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ. അതായത് അപ്പൊ തൊട്ട് ആ ഒരു ടൈമില് നടന്നുകൊണ്ടിരിക്കുമ്പോഴും കുറച്ച് ആ ടൈം എന്താ പറയുക, പെട്ടെന്ന് റിക്കവർ, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ അങ്ങനെ ഇതെല്ലാം അറിയുമ്പോഴും പെയിൻ ആയിരിക്കും. വളരെ സ്ലോ ആയിട്ടാണ് പെയിൻസ് നമ്മൾ അറിയുള്ളൂ. അപ്പൊ anesthesia who can anesthetics to restrain pain both before and during the operation. നമുക്ക് നേരത്തെ ഓപ്പറേഷന് അല്ലെ കീഴും ആ മുറിവ് വരുന്നതിനെ മുമ്പേ തന്നെ മുറിക്കും. അത് ഓപ്പൺ ചെയ്ത് ഓപ്പറേറ്റ് നടക്കണമെങ്കിൽ മുമ്പ് തുടങ്ങിയ അല്ലെ, പിറ്റേന്ന ടൈമിംഗ് വരെ തുടങ്ങി നമുക്ക് വേദനകൾ അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ബോത്ത് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ. ടൈമിലൊന്നും നമുക്ക് പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനസ്തേഷ്യ ചെയ്യുന്നത്. Then theatre nurse who take care of patients throughout the all four stages of the operation. അതായത് നമുക്കറിയാം A to Z വരെ നഴ്സുമാരുണ്ടായിരിക്കും അല്ലെ, മെയിൻ നഴ്സുമാരൊക്കെ അതില് മെയിൻ ആയിട്ടുള്ള നഴ്സ് ഉണ്ടാവും, അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാരുണ്ടാവും, പാരാമെഡിക്കൽ ആയിട്ടുള്ള നഴ്സുമാരുണ്ടാവും. എനിവേ കുറഞ്ഞ അവരുടെയൊക്കെ സപ്പോർട്ട് കൂടിയാണ് ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പൊ അതാണ് പറയുന്നത് തിയേറ്റർ നഴ്സ് who take care of a patient throughout the all four stages of the operation. ഓപ്പറേഷന്റെ എല്ലാ സ്റ്റേജിലും എന്താണ് നഴ്സുമാര് നമുക്കറിയാം ഓപ്പറേഷൻ മുമ്പ് തന്നെ ആ വ്യക്തിയോട് കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ മുടിയൊക്കെ പിൻ ചെയ്യണം, അല്ലെങ്കിൽ കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ വളരെ പ്രിക്കോഷൻസ് ഒക്കെ പറയും. ഡ്രസ്സുകൾ ധരിക്കണം, ഓർണമെന്റ്സ് ഒന്നും പാടില്ല, അങ്ങനെ പറയാം. അപ്പൊ അവിടെ തുടങ്ങി A to Z വരെ. അപ്പൊ അതാണ് ആ സ്റ്റേജുകൾ പറയുന്നത്. മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, ഓപ്പറേഷൻ റൂമിൽ ചെയ്യേണ്ടതുണ്ടാവും, ഓപ്പറേഷന് ശേഷം ചെയ്യേണ്ടതുണ്ടാവും, അങ്ങനെയുള്ള എല്ലാ സ്റ്റേജസിലും എന്ത് നഴ്സുമാരുടെ പിന്തുണ ആവശ്യമാണ്. But theatre nurse who take care of patients throughout the all four stages of the operation. The theatre support workers who shift patients between the wards and the operating theatre. Support workers ഉണ്ടാവും, എന്താണ് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ അല്ലെ, നമ്മൾ ഓപ്പറേഷൻ റൂമിലേക്ക് പോകുമ്പോഴും ഓപ്പറേഷൻ റൂമിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ട് വർക്കേഴ്സ് ഒക്കെ ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒരേപോലെ തന്നെ എന്താ പറയുക, ഓപ്പറേഷൻ കഴിഞ്ഞ് നടന്നു പോകാൻ സാധിക്കില്ല. ചെറിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സ്ട്രക്ചർ കൂട്ടിയോ അല്ലെങ്കിൽ വീഴ്ചയോട് കൂടിയൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതിനൊക്കെ എന്താണ് ഹെൽപ്പേഴ്സിന്റെ ആവശ്യമുണ്ട് അല്ലെ, സപ്പോർട്ട് വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട്. Then cardiograpers to monitor the ECG machine. നമുക്കറിയാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡിയോ സപ്പോർട്ടൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. അതായത് അവരുടെ ഹേർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിന് എക്സ്പീരിയൻസ് ആയിട്ട് അല്ലെ, അതിന്റെ കഴിവുള്ള പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്, കാർഡിയോഗ്രാഫർ അവിടെ ഉണ്ടായിരിക്കണം. ടു മോണിറ്റർ ദ ECG മെഷീൻ. Then radiographers to take X-ray if they are required. In case നമുക്കറിയാം ഓപ്പറേഷൻ നടന്നതിനോടൊപ്പം ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ വേണം, ചില ഡയഗ്നോസിസ് ചെയ്യാൻ ചില വ്യക്തികളുടെ ആവശ്യം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. അങ്ങനെ വിവരിക്കുമ്പോൾ എന്താണ് ഇപ്പൊ റേഡിയോഗ്രാഫേഴ്സ് ഇപ്പൊ ഒരു എക്സ്റേ വേണമെന്ന് തോന്നുക, അപ്പൊ ഓപ്പറേഷൻ ചെയ്യുന്നതിനൊപ്പം എക്സ്റേ എടുക്കേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ എന്താണ് റേഡിയോഗ്രാഫറിന്റെ ആവശ്യകതയും ഓപ്പറേഷൻ തിയേറ്ററിലും ഉണ്ടായിരിക്കും. അത് എന്താണ് ഈ റിക്വയർഡ്, ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. ഇതിനനുസരിച്ചാണ് ഇവരെല്ലാം കയറുന്നത്, ഇവരെ അസിസ്റ്റ് ചെയ്യാൻ, ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് റേഡിയോഗ്രാഫേഴ്സ് ഒക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ, അതായത് ഓപ്പറേഷൻ റൂമിലുള്ള കുറച്ച് വ്യക്തികളുടെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. എന്താണ് സർജൻ ഉണ്ടാവും, അനസ്തേഷ്യസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ നഴ്സുമാരുണ്ടാവും, പിന്നെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഹെൽപ്പ് സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടാവും. ECG മെഷീൻ അത് കാർഡിയോഗ്രാഫർ മസ്റ്റ് ആണ്. അപ്പോൾ കാർഡിയോഗ്രാഫർ മോണിറ്റർ ചെയ്യാൻ ECG മെഷീൻ കൈകാര്യം ചെയ്യാനുള്ള കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവും.
പിന്നെ റേഡിയോഗ്രാഫേഴ്സ്, അത് ഇഫ് ദേ റിക്വയർഡ്, ഡോക്ടേഴ്സ് റിക്വയർ ചെയ്യുന്നതനുസരിച്ച് എക്സ്റേക്ക് എടുക്കാൻ റേഡിയോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? കുഴപ്പമില്ലല്ലോ. കണ്ടിന്യൂ ചെയ്യുന്നതിന് നമ്മളൊരു പേജ് അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് പേജ് അങ്ങനെ എന്താ പറയുക തീർന്നു എന്നേ ഉള്ളൂ എന്നെ ക്ലാസ് എടുത്തിട്ട്. ഓക്കെ അല്ലേ? ഞാൻ വിവരിച്ചു തന്നെയല്ലേ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, എല്ലാവരും തന്നെ യെസ് എന്ന് പറയുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാം. എന്താണ് പോളിസി ടു എൻ്റർ ഇൻ ഓപ്പറേഷൻ ചെയ്യും. എന്തൊക്കെ പോളിസികളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓൺലൈൻ എന്നുള്ള കാര്യം, എന്തൊക്കെ നയങ്ങളാണ് ഇതിലുള്ളതെന്ന് പറയും. അതായത് നമുക്കറിയാം ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ നയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു ഓപ്പറേഷൻ റൂം പേഴ്സണൽ ആൻഡ് ഷോ യുവർ ഐഡി. അതായത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ വിധേയമാകുന്നത്, എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം. ആരും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇപ്പൊ എന്താ പറയുക സ്റ്റൊമക്കിലാണോ ഓപ്പറേഷൻ, എവിടെയാണോ ഓപ്പറേഷൻ, അതിന്റെ ലക്ഷ്യം എന്താന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓപ്പറേഷൻ റൂം പേഴ്സണൽ ആൻഡ് ഷോ യുവർ ഐഡി, അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐഡി പ്രൂഫുകൾ. ഇപ്പൊ നമുക്കറിയാം ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ പേരിൽ എന്തെങ്കിലും അവർക്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും നഴ്സുമാർ, അല്ലെങ്കിൽ അവർക്ക് പേരിനോടൊപ്പം ഈ ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഐഡി പ്രൂഫ് അവർക്ക് ഉണ്ടായിരിക്കും. അത് തിരിച്ചറിയാം. ഓപ്പറേഷൻ റൂമിൽ ചിലപ്പോ പല പല ഓപ്പറേഷൻസ് നടക്കും. അപ്പൊ ഇവർക്ക് ഓരോ രോഗിക്കും സെപ്പറേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. അത് ഷോ ചെയ്തിരിക്കുന്ന അവർ പറയുന്ന മാത്രമേ തന്നെ അത് കീപ്പ് ചെയ്യണം. ആർട്ടിഫിഷ്യൽ നെയിൽ എക്സ്റ്റൻഡേഴ്സ് ആൻഡ് ചിപ്ഡ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസം and can possibly stain the sterile area, so avoid it. അതായത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഓപ്പറേഷൻ റൂമിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നെയിൽ പോളിഷ് ഒക്കെ ചില ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രിക്ട് ചെയ്യുമ്പോൾ ചിലരൊക്കെ ആലോചിച്ചിട്ട് നെയിൽ പോളിഷ് ഒക്കെ ഇങ്ങനെ കളയുമ്പോൾ നിർബന്ധം പിടിക്കണേന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ രീതികൾ പറയുന്നില്ല, ആർട്ടിഫിഷ്യൽ നെയിലും അതിന്റെ കാര്യങ്ങളൊന്നല്ല. ഈ കാര്യം എന്താന്ന്, അതായത് ഇങ്ങനെ ചെയ്യുന്നതിന് അത് വേണ്ട എന്നുള്ളത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോ സൂക്ഷ്മജീവികളിലെല്ലാം ഇത് പറ്റിപ്പിടിക്കാൻ എളുപ്പമാണ്. എന്ത് ഈ ഹാൻഡില് അവരെപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്ത് എപ്പോഴും വളരെ മുക്തമാക്കിയിട്ടുള്ള ഏരിയ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്ന പ്ലേസ് ആണ്. ഇൻ കേസ് ഈ രോഗിയുടെ കൈയുടെ ഒപ്പം തന്നെ ഇതാണ് ഇങ്ങനെ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതില് ചെറിയ ചെറിയ അണുക്കൾ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. കറകളും എന്നൊക്കെ പറഞ്ഞ കറകള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് അവിടെ തന്നെയാണെങ്കിലും ഓപ്പറേഷന് വിധേയമാകുമ്പോഴും ഈ പറഞ്ഞ ഈ നെയിലിനോടൊപ്പം തന്നെ ഈ കറകളൊക്കെ പറ്റി പിടിച്ച് പോരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അണുക്കള് കൂടുതൽ വളർന്നു വരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത് ആർട്ടിഫിഷ്യൽ നെയിൽ. അതായത് നമ്മളിപ്പോ പണ്ടത്തെ കാലങ്ങളിൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാത്തിനും ഒരു ആർട്ടിഫിഷ്യൽ ഉണ്ടല്ലേ. അപ്പൊ നല്ല നെയിലൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ പുതിയതായിട്ടുള്ള കുറച്ച് നെയിലൊക്കെ പിടിച്ചത് അപ്പൊ നെയിലോട് ചേർത്ത് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ നെയിൽസ് അല്ലെങ്കിൽ അതിന്റെ വളർച്ച വലുതാക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിപ്പിഡ് നെയിൽസ് പോളിഷ്, ചിപ്പിഡ് നെയിൽ പോളിഷ്, ഇതെല്ലാം എന്താണ് അവർ റിമൂവ് ചെയ്യാൻ ഫസ്റ്റ് ആയിട്ട് പറയുന്നതിന്റെ മെയിൻ കാരണം എന്താണ്, more microorganisms than and can possibly stain the sterile area, so avoid it. ആ ചെറിയ ഏരിയകളിലെല്ലാം എന്താണ് അണുക്കൾ വന്ന് കയറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്, വേണ്ട ഒഴിവാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽ എക്സ്റ്റൻഡേഴ്സ് ആൻഡ് ചിപ്പിഡ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസംസ് ദാൻ ഹാൻഡ്സ്. സാധാരണ ഹാൻഡ്സിനെ അപേക്ഷിച്ച് എന്താണ് കൂടുതലായിട്ട് ഇങ്ങനെ സൂക്ഷ്മജീവികളെല്ലാം അതില് പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റ് ആയിട്ട് അവോയ്ഡ് ഒഴിവാക്കണമെന്ന് അവര് നിർദ്ദേശിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ റിമൂവ് ഓൾ ജ്വല്ലറി. നമുക്കറിയാം ജ്വല്ലറി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്, അവിടെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും അപ്പൊ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പൊ മെർക്കുറി പോലെ നമുക്കറിയാം, ഇപ്പൊ ടെമ്പറേച്ചർ നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതിൽ എന്താണ് മെർക്കുറി ഉണ്ടാവും. അപ്പൊ ആ മെർക്കുറി ഈ ലോകവുമായിട്ട് കൂടിക്കലർന്നാൽ, അതായത് നമ്മുടെ ജ്വല്ലറിയുമായി കൂടിക്കലർന്നാൽ അവര് അവിടെ പ്രവർത്തനം നടത്തും. അപ്പൊ അതെല്ലാം എന്താണ് വേസ്റ്റ് ആയി മാറും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പ്രവർത്തനങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ മസ്റ്റ് ആയിട്ട് ജ്വല്ലറി എല്ലാം റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടും. റിമൂവ് ഓൾ ജ്വല്ലറി. Put on surgical clothes, top and bottom.
സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. സർജിക്കൽ ഏരിയയിൽ എന്താണ് സർജിക്കൽ ആയിട്ടുള്ള ക്ലോത്ത്സ് അവിടെ ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ക്ലോത്ത്സ് മസ്റ്റ് ആയിട്ട് വോൺ ചെയ്യുന്ന വെച്ചാൽ ധരിച്ചിരിക്കണം. Then cover shoes as per agency policy. Also to cover head caps are used surgical mask also as a policy. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അതായത് അതിൽ പറയുന്ന മാതിരി അല്ലെ, മാസ്ക് ധരിക്കണം, അല്ലെങ്കിൽ PPE കിറ്റ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടും. മാസ്ക് ഉണ്ടാവും, പിന്നെ എന്താണ് ഡ്രസ് ക്ലോത്ത് ഉണ്ടാവും, ചിലപ്പോ ചപ്പൽ ഉണ്ടാവും, അതല്ലെങ്കിൽ ഷീൽഡ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഗ്ലൗസ് ഉണ്ടാവും. അതൊക്കെ എന്താണ് അവരെന്താണ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം എന്താണ് നഴ്സുമാരും ഡോക്ടേഴ്സും അവരെല്ലാം കൃത്യമായിട്ട് ധരിച്ചിരിക്കണം. തന്നെ പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ഇതെന്താണ് പോളിസിയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലെ നയങ്ങൾ. അതിപ്പോ പേഷ്യൻസിനും അംഗീകരിക്കണം, അതേമാതിരി തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരും അവിടെ കയറുന്ന പ്രവേശിക്കുന്ന എല്ലാ വ്യക്തികളുടെയും അംഗീകരിക്കേണ്ട നയങ്ങളെ കുറിച്ചിട്ടാണ് ഇവർ വിവരിക്കുന്നത്. അപ്പൊ പേഷ്യൻസും അതേമാതിരി തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരും അവിടെയുള്ള അസിസ്റ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും തന്നെ ഇതെല്ലാം കീപ്പ് ചെയ്യണം. എന്താ പറയുക, നെക്സ്റ്റ് പറയുന്നു എന്താണ് പെർഫോം എ സർജിക്കൽ ഹാൻഡ് ട്രാൻസ്ഫേർസ് as per agency policy. Surgical hand scrubs reduce the bacterial count on hand before applying sterile gloves. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, സർജിക്കൽ ആയിട്ടുള്ള അതായത് അതിനനുസരിച്ചിട്ടുള്ള ഗ്ലൗസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട്. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് ബാക്ടീരിയലായിട്ടുള്ള ബാക്ടീരിയാസിന്റെ ഒക്കെ വളർച്ച അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓൺ ഹാൻഡ് ബിഫോർ അപ്ലൈങ് സ്റ്റെറൈൽ ഗ്ലൗസ്. ഇപ്പൊ ഗ്ലൗസുകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോ ആദ്യമേ തന്നെ പറയുന്നത് എന്താണത്, കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിന്റെ അണുവിമുക്തമാക്കിയതിനു ശേഷം അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയതിനു ശേഷമാണ് ഈ ഗ്ലൗസുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതാണ് പറയുന്നത് പെർഫോം എ സർജിക്കൽ ഹാൻഡ് സ്ക്രബ്. നന്നായി തന്നെ കഴുകി ശുദ്ധമാക്കാൻ പെർഫോം ഏജൻസി പോളിസി അവർ പറയുന്ന രീതിയിൽ സർജിക്കൽ ഹാൻഡ്സ്. നമ്മളിപ്പോ അതിലും ഇതും നിങ്ങൾക്ക് ഒരു പ്രത്യേക ചാപ്റ്ററിൽ പഠിക്കുന്നത്, കൈ കഴുകുന്നത് വരെ എങ്ങനെയെന്ന് പ്രത്യേകം കൃത്യമായിട്ടൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ആ പോളിസി ഏജൻസിക്കാർ പറയുന്ന പോളിസി തന്നെ ഇത് കൈയൊക്കെ ഹാൻഡ് ഒക്കെ വാഷ് ചെയ്യണം. ഇതൊക്കെ ബാക്ടീരിയ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം അതിന് വീണ്ടും പറയുന്ന ഓൺ ഹാൻഡ് ബിഫോർ അപ്ലൈയിങ് സ്റ്റെറൈൽ ഗ്ലൗസ്. അതായത് അണുവിമുക്തമാക്കിയ ഗ്ലൗസുകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി നമ്മളുടെ കൈയ്ക്ക് നന്നായിട്ട് തന്നെ ഹാൻഡ് സ്ക്രബൊക്കെ ചെയ്ത് വാഷൊക്കെ ചെയ്തിട്ട് വേണം എന്താണ് ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടെന്ന് പറയുന്നു. Then asbestos denotes absence of diseases caused by microorganism. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്മളിപ്പോ ഡ്രസ്സിങ് ഓപ്പറേഷൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോ മുറിവുകളൊക്കെ പൊട്ടി ചെല്ലുമ്പോ ഡ്രസ് ചെയ്ത് കഴിയുമ്പോ ചിലപ്പോ നമ്മൾ പറയും ഇത് വലിയ കുഴപ്പമില്ല, പഴുക്കണമൊന്നുമില്ല, ഓക്കെയാണ്, ഒന്ന് നന്നായിട്ട് 2 ദിവസം ഡ്രസ് ചെയ്തോടുകൂടി ഓക്കെ ആയിക്കോട്ടെ. ചിലപ്പോ നമ്മൾ പറയും ഇതെത്ര ഡ്രസ് ചെയ്തിട്ടും അതങ്ങോട്ട് എന്താ പറയണ പഴുപ്പൊന്നും മാറുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ചിലപ്പോഴൊക്കെ ഇതിന് സാധ്യത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ബെസ്റ്റിസ് ഡിനോട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുക്കള് എപ്പോഴും അതായത് അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഈ എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ മുറിവുകളെല്ലാം വെച്ച് കെട്ടാൻ അല്ലെങ്കിൽ മുറിവ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ വസ്തുക്കളെല്ലാം എന്താണ് അത് നന്നായി തന്നെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. അപ്പൊ സ്റ്റെറിലൈസ് ചെയ്യാത്ത അതായത് നമുക്കറിയാം ഇത് സ്റ്റെറിലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുക്കളെല്ലാം എന്താ പറയാ ചിലപ്പോൾ നീരാവിയിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലൊക്കെ തിളപ്പിച്ച് അതിന്റെ അണുക്കളൊക്കെ വിമുക്തമാക്കി അതെല്ലാം നീരാവി കൊണ്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ആ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ സൂക്ഷ്മജീവികളെല്ലാം പെട്ടെന്ന് കയറി പിടിക്കും. അതെല്ലാം എന്താണ് മുറിവുകളൊക്കെ കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് asbestos denotes the absence of diseases causing microorganisms. അപ്പൊ അത്തരത്തിലുള്ള അത് ആ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. asbestos denotes absence of diseases causing microorganisms. Asbestic techniques is a method used to avert contamination from infection agents and it is used to keep alive germ-free environment in the operating rooms. അതായത് ഈ വസ്തുക്കളെല്ലാം ഈ എക്യുപ്മെന്റ്സ് എല്ലാം എന്താണ് ജേം ഫ്രീ ആയിട്ടുള്ള എക്യുപ്മെന്റിലാണ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഇൻ കേസ് അതിലെല്ലാം എന്തെങ്കിലും പറ്റി പിടിച്ചിരിപ്പുണ്ടാണെങ്കിൽ അല്ലെ ആ അവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥം. കണ്ടാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യമാക്കപ്പെടുക, അതായത് മലിനമാക്കുന്ന ആ ഏരിയയിൽ നിന്ന് നമ്മളിപ്പോ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യും.
പക്ഷെ അത് സൂക്ഷിച്ചു വെക്കുന്ന ആ ബോക്സ് എന്ന് പറയുന്നത് അഴുക്ക് പിടിച്ചതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ എക്യുപ്മെന്റ്സ് എല്ലാം കയറി പിടിക്കും അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഒഴിവാക്കിയിരിക്കണം. ആ മെത്തേഡ്സ് അസ്പെക്റ്റിക് ടെക്നിക്ക് അത് കയറി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് മലിനമാക്കപ്പെട്ട മേഖലകളിലൊന്നും അത് സൂക്ഷിക്കാനൊന്നും പാടില്ല. പിന്നെ എവിടെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കീപ് ജംപ് ഫ്രീ എൻവയൺമെന്റ് ഇൻ ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂമിലെ ജംപ് ഫ്രീ ആയിട്ടുള്ള എൻവയൺമെന്റിലാണ് അതെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടത്. അതായത് അത്രയും നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സൂക്ഷ്മജീവികളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുന്ന ബോക്സുകളിലും കണ്ടെയ്നേഴ്സിലൊക്കെയാണ് എന്താണ് ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ പഴുപ്പ് അല്ല ആ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ച് മുറിവുകളൊക്കെ മുറിവും എന്തെങ്കിലുമൊക്കെ വരുത്തുകയാണെങ്കിൽ അതിലൂടെ പഴുപ്പൊക്കെ കയറി വരാനൊക്കെ ആയിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇത് എന്താണ് ഇതെല്ലാം നയങ്ങളാണ് മനസ്സിലായത്. അതായത് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും പേഷ്യന്റിനും ഒപ്പം അവിടെ അസിസ്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻസ് അല്ല ഏത് വ്യക്തികൾക്കുമുള്ള നയങ്ങളാണ് അവിടെ ഉപയോഗിക്കേണ്ട രീതികൾ ആ പോളിസികൾ എന്താ പറയുക ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവിടെ കയറുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കവേഴ്സ് അതായത് നമ്മൾ ധരിച്ചിരിക്കേണ്ട വസ്തുക്കളുടെ കാര്യം അതല്ലെങ്കിൽ എന്താണ് നമ്മൾ പേഷ്യൻസ് ആണെങ്കിൽ ആ പേഷ്യൻസ് എല്ലാ ജ്വല്ലറീസ് ഐറ്റംസ് ഇപ്പൊ പേഷ്യൻസ് തന്നെയല്ല നഴ്സുമാരും അവരെല്ലാവരും ഇത്തരത്തിലുള്ള രീതിയിൽ തന്നെയായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരും ജ്വല്ലറീസും കുറെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററുകൾ കൈകാര്യം ചെയ്യുന്നത്. അവരെല്ലാം ഇത്തരത്തിലുള്ള കൃത്യം കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം എന്താണ് ഓപ്പറേഷൻ റൂമിൽ പ്രവേശിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്താ പറയണേ ഒരു ചെറിയൊരു ഭാഗം കൂടി തീർക്കേണ്ടതുണ്ട്. 2 പേജെങ്കിലും മിനിമം തീർത്ത് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ 2-3 പേജിലൊക്കെയാണ് പറയാം. പക്ഷെ മിനിമം ഞങ്ങൾ എന്താ പറയുക 2 പേജെങ്കിലും ആവറേജ് തീർക്കാനായിട്ട് ശ്രമിക്കും. കാരണം നിങ്ങൾക്ക് എന്താ പറയുക ഒരു നിശ്ചിത ടൈം നിങ്ങൾക്കും തന്നിട്ടുണ്ട് ഞങ്ങൾക്കും തന്നിട്ടുണ്ട്. ആസ്പെക്റ്റിക് ടെക്നിക്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് അതിന്റെ മീനിങ് കറക്റ്റ് പറയുന്നത് പഴുക്കാത്ത രോഗാണുരഹിതമായ രക്തദൂഷ്യം ബാധിക്കാത്ത അവസ്ഥ എന്നാണ് ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് ഇത് ഉപയോഗിച്ച് ഈ ഡിവൈസുകൾ ഉപയോഗിച്ച് നമ്മള് മുറിവുകളും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് പഴുക്കാൻ പാടില്ല അല്ലെ. നമ്മളുടെ മുറിവ് പഴുക്കാൻ പാടില്ല, അല്ലെങ്കിൽ രോഗാണുക്കള് പ്രവേശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിലൂടെയുള്ള രക്തയോട്ടം അതൊന്നും രക്തദൂഷ്യം വരാത്ത രീതിയിലായിരിക്കണം. അതാണ് ആ ഒരു സ്പെഷ്യൽ വേർഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിസീസ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് സൂക്ഷ്മജീവികൾ ഇല്ലാത്ത വസ്തുക്കളാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ പാരഗ്രാഫിൽ ഉപയോഗിക്കുന്നത്. സ്പെസിസിന്റെ കറക്റ്റ് മീനിങ് എങ്ങനെയാ പറയുന്നത്? പഴുക്കാത്ത രോഗാണുരഹിതമായ രക്തദൂഷ്യം ബാധിക്കാത്ത അവസ്ഥ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ചോദിച്ച ആൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ക്ലിയർ ആയോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അതില് അസ്പെസിസ് എന്നുള്ള അസെപ്സിസ് എന്നുള്ള ആ ഒരു പദം കൊണ്ട് നമ്മള് എന്താ പറയുന്ന ഒരു വേർഡാണ് അല്ലെ. അതില് ഉദ്ദേശിക്കുന്ന ഒരു കറക്റ്റ് മീനിങ് ആണ് എന്താണ് പഴുക്കാത്ത അല്ലെങ്കിൽ രോഗാണുരഹിതമായ രക്തദൂഷ്യം ബാധിക്കാത്ത ഒരു അവസ്ഥ. അതാണ് ഓക്കെ. അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ അത് വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ്. അതിന്റെ അവേർഡ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക. എന്താണ് മലിനീകൃതമായ ആ പ്ലേസുകളിൽ നിന്ന് അല്ലെങ്കിൽ ബോക്സുകളിൽ നിന്ന് നമ്മൾ തന്നെ അത് മീറ്റ് ചെയ്തെടുക്കണം. ആ പ്ലേസ് അല്ലെങ്കിൽ ആ ബോക്സ് അല്ലെങ്കിൽ അത് വെക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് എന്താണ് അത് നല്ല ജേം ഫ്രീ ആയിട്ടുള്ള എൻവയൺമെന്റിലായിരിക്കണം സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് മീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഒരു പാരഗ്രാഫും കൂടി ഉണ്ടോ, നമുക്ക് ഇതും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപെൻഡിങ് ഓൺ ദ each operating room varies depending on the type of surgery being done. നോക്കാം, പറഞ്ഞു നോക്കാൻ പറ്റിയെങ്കിൽ നോക്കിയാൽ മതി. ഇച്ചിരി കൂടുതലുണ്ട് അതില് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എനിവേ നിങ്ങൾക്ക് ഇതുവരെ എങ്ങനെയാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അത് ക്ലിയർ ചെയ്തിട്ട് പോകാം. ഇതുവരെ എങ്ങനെയാ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടോ?
ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, ക്ലിയർ ആണ്. കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നോക്കാം, ഇതിലെന്താ പറയുന്നത്? Each operating room varies depending on the type of surgery being done. ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ നമുക്കറിയാം വേരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെയാണ് നടക്കുന്നത് അല്ലെ. ദ ഓപ്പറേറ്റിംഗ് ടേബിൾസ് അതൊക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പ്രവർത്തനങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ദ ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂം ഷുഡ് ബി ഏബിൾ ടു റൈസ് ലോവർ ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. അതായത് ഓപ്പറേറ്റിംഗ് ടേബിൾ നമുക്കറിയാം, ഓപ്പറേഷൻ റൂമിൽ ഇൻ കേസ് ചിലർ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ റൂമിൽ കയറിയവരുണ്ടാവും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഓപ്പറേഷൻ റൂമിൽ ഒരു ടേബിൾ ഉണ്ടല്ലേ, നമ്മൾ ഓപ്പറേഷന് വിധേയമാകാനായിട്ട് ഒരു ടേബിൾ ഉണ്ടാകുന്നത്. ആ ടേബിളിൽ കയറിയിട്ടാണ് നമ്മളേക്ക് ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് സെൻട്രലാണ് അത് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം, അതിന് ചുറ്റും വ്യക്തികൾക്ക് പാസ് ചെയ്യേണ്ടതല്ലേ. ഡോക്ടേഴ്സിന് അനസ്തേഷ്യ ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്ന ഏത് വ്യക്തികൾക്കും അതിന്റെ എന്തൊക്കെ ആവശ്യം ഡിവൈസുകളൊക്കെ കൊടുക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ എന്താണ് അതിന് ചുറ്റും പ്ലേസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണത് ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂമിന്റെ സെൻട്രലായാലും ഷുഡ് ബി ഏബിൾ ടു റേസ്. അത് നമുക്ക് എന്താണ് ഉയർത്തണമെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിന്റെ സൗകര്യം അനുസരിച്ച് ഉയർത്തണമെങ്കിൽ ഉയർത്താൻ പറ്റണം, ലോവർ നമുക്ക് താഴ്ത്തണമെങ്കിൽ താഴ്ത്താൻ പറ്റണം. ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടിൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിക്കാനായിട്ട് ഡോക്ടേഴ്സിന് സൗകര്യം കൊടുക്കാം, അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ ടിൽറ്റ് ചെയ്യാനായിട്ട് അത് ചരിക്കാനൊക്കെ ഏത് ഡയറക്ഷനിൽ വേണ്ടിയിട്ടും ചരിക്കാനുമുള്ള സൗകര്യപ്പെടുന്ന ഒരു ടേബിളായിരിക്കും. ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു എന്താണ് ആ ഓപ്പറേഷൻ ടേബിളിന് വീലും കൂടി ഉണ്ടാവുള്ളൂ. അതായത് എവിടേക്കും വലിച്ചുകൊണ്ട് പോകാനായിട്ട് ആ ടേബിളിന് വീലും കൂടി ഇന്നത്തെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ആളെങ്ങനെ റിമെമ്പർ ചെയ്ത് ഓർമ്മിപ്പിച്ചതാണ് എന്ത് വീല് കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് എന്താണ് സെൻട്രലൈസ് ആയിട്ടാണ് ആ ടേബിൾ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ് അത് ടിൽറ്റ് ചെയ്യാൻ ചരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത് അത് ഉയർത്തണമെങ്കിൽ ഉയർത്താനും താഴ്ത്താനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ കേറിയേക്കുന്ന എല്ലാവരും അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പെടാത്ത കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് വൺ പറയുന്നു ദ ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് അലൗ ഫോർ ബ്രില്യന്റ് illumination with the shadow in the case of a surgery. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം അല്ലെ. ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രകാശപൂരിതമായിരിക്കണം. വിത്തൗട്ട് ഷാഡോ, നമുക്ക് ഒരിക്കലും നിഴലൊന്നും അല്ലെ ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊന്നും നിഴലല്ലേ നമ്മൾക്ക് അതൊന്നും സൈറ്റ് ചെയ്യാതിരിക്കരുത്. എല്ലാം നമുക്ക് കണ്ടിരിക്കണം അല്ലെ. ഓപ്പറേഷൻ റൂമിൽ ഏതാണോ വിധേയമാകുന്ന ഓപ്പറേഷൻ പ്രവർത്തനം നടത്തുന്നത് ആ പ്ലേസ് എന്താണ് നമ്മൾക്ക് നല്ല വെളിച്ചം തരുന്ന ഒരു പ്ലേസ് ആയിരിക്കണം. ഷാഡോസ് ഒന്നും ഉണ്ടാവാനായിട്ടൊന്നും പാടില്ല. ഇത് കേസ് ഓഫ് സർജറി ചെയ്യുന്ന സമയത്ത് ഷാഡോ ഒന്നും വരാനായിട്ട്, അതായത് നിഴലൊന്നും വരാനായിട്ട് പാടില്ല. Patients will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പറേഷൻ റൂമിന് കുറച്ച് അസിസ്റ്റന്റ് വർക്കേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞു അതിങ്ങനെ ഹേർട്ടിന്റെ ഒക്കെ മോണിറ്റർ അല്ലെ അവരുടെ ECG ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് പറയുന്നത് പേഷ്യൻസ് വിൽ ബി ലിങ്ക്ഡ് ടു ഡിഫറെന്റ് മോണിറ്റേഴ്സ്. വ്യത്യസ്ത തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ കാണിച്ചു തരുന്ന മോണിറ്റേഴ്സ് മെഷീൻസ് എല്ലാം ഘടിപ്പിച്ചിരിക്കണം. ദാറ്റ് കീപ്പ് ട്രാക്ക് ഓഫ് വൈറ്റൽ സയൻസ്. അത് പ്രധാനപ്പെട്ട സയൻസ് ആണ്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സിഗ്നൽസ് ആണ് അവർ കാണിച്ചിരിക്കുന്നത് അല്ലെ. അതിന്റെ ഹേർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് നന്നായി പെട്ടെന്ന് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സിന് ഇവര് മെസ്സേജ് കൊടുക്കുന്നത്. കുഴപ്പമില്ല, ഓക്കെയാണ്, ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സയൻസ് ഒക്കെ കൃത്യമായ ഒരു പ്രധാനത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ട് ഇതെല്ലാം എന്താണ് അതെല്ലാം കീപ്പ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് തന്നെ എന്താണ് വിൽ ബി ലിങ്ക്ഡ് ടു ഡിഫറെന്റ് മോണിറ്റേഴ്സ് ദാറ്റ് കീപ്പ് ട്രാക്ക് ഓഫ് വൈറ്റൽ സയൻസ്. ദീസ് കൺസിസ്റ്റ് ഓഫ് യുവർ ഹേർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. ഇതെല്ലാം നമുക്കറിയാം ഹേർട്ട് ബീറ്റോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ട സൈനുകളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് ആ പേഷ്യന്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന പ്ലേസുകളിൽ തന്നെ ലിങ്ക് ചെയ്ത് അത് മോണിറ്റർ ചെയ്യേണ്ടതാണ്. Then a ventilator or a breathing machine stand close to the heart of the operating theatre.
നമുക്കറിയാം ഓപ്പറേഷന് വിധേയമാകുമ്പോഴെന്താണ് അവര് നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ ബെഡിനോട് ചേർന്ന് തന്നെ എന്താണ് വെന്റിലേറ്റർ സൗകര്യം. എന്തിനാ വെന്റിലേറ്റർ സൗകര്യം? ഓക്സിജൻ കൃത്യമായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു കേസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വെന്റിലേറ്റർ ചേർന്ന് അത് ഉപയോഗിക്കാതെ ശ്വാസത്തിന് പ്രശ്നം തടസ്സമൊന്നും നേരിടാതെ തന്നെ ഓപ്പറേഷന് വിധേയമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീന് സ്റ്റാൻഡ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. ഓപ്പറേറ്റിംഗ് ടേബിളിനോട് ചേർന്ന്, അതായത് അതിന്റെ ആ പേഷ്യന്റിന്റെ ബെഡിനോട് ചേർന്ന് തന്നെ ഈ വെന്റിലേറ്റർ മെഷീനൊക്കെ സ്ഥാപിക്കേണ്ടതുണ്ട്. If the procedure is done under general anesthesia, a ventilator will breathe for you in course of the procedure, moving oxygen and air in out and out of your lungs. Air in and out of your lungs. അതായത് നമ്മുടെ അനസ്തേഷ്യ ഇത് ചെയ്തതോടൊപ്പം തന്നെ എന്താണ് വെന്റിലേറ്റർ ബ്രീത്തിങ് വെറുതെ ആണെങ്കിലും പ്രൊസീജിയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ അതിന്റെ ആവശ്യകത ഇല്ല എങ്കിൽ കൂടി ഇൻ കേസ് അങ്ങനത്തെ ഒരു പ്രോബ്ലം കൊണ്ട് ഓപ്പറേഷൻ ഒന്നും സംഭവിക്കാൻ പാടില്ല അല്ലെ. നമ്മുടെ ശ്വാസമാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പ്. അപ്പൊ ശ്വാസത്തിന് ഒരിക്കലും തടസ്സം സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ വെന്റിലേറ്റർ മെഷീൻ ഹെഡിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കണം. അനസ്തേഷ്യ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനം മൂവ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. ഓക്സിജൻ ആൻഡ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് യുവർ ലങ്സിലൂടെ ഉള്ള ഈ പ്രവർത്തനം തയ്യാറാക്കി വെച്ചിരിക്കും. Then jam-free instruments to be used during surgery. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എപ്പോഴും ജാം-ഫ്രീ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെ, അണുക്കളൊന്നും ഇല്ലാത്ത അത് നിർമ്മാർജ്ജനം ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ്, എക്യുപ്മെന്റ്സ് തന്നെയാണ് സർജറിക്ക് ഉപയോഗിക്കേണ്ടത്. A diathermy machine to control bleeding usually is present. ഡയറ്റർമി മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ബ്ലീഡിങ് അല്ലെ, ചില ഓപ്പറേഷനൊക്കെ വിധേയമാകുമ്പോൾ അൺകൺട്രോളബിൾ ആയിട്ട് ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം രക്ത അത്രയും കൺട്രോൾ ആയിട്ട് പോകും അല്ലെ. അപ്പൊ ആ ബ്ലഡ് അൺകൺട്രോളബിൾ ആയിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മെഷീനാണ് എന്താ ഡയറ്റർമി മെഷീൻ. അത് ഒരു ആ മെഷീനോട് കൂടിയിട്ട് എന്താ പറയുക ചൂട് കടത്തി വിട്ടിട്ട് നിരപ്പുകൾക്ക് ഒരു ബ്ലോക്ക്, അതായത് ഫ്ലോ അത് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അപ്പൊ ചൂട് കടത്തി വിട്ടാണ് ആ മെഷീൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ മെഷീൻ എന്താണ് പ്രസന്റ് ആയിരിക്കണം. നമ്മൾ ഓപ്പറേഷന് വിധേയമാകുമ്പോൾ അറിയാം ബ്ലഡ് എന്തായാലും. വോയിസ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഞാൻ സാധാരണ വോയിസ് തന്നെയാണോ, പിന്നെ ഉപയോഗിച്ച വോയിസ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും സംതിങ് ഇഷ്യൂസ് ആയിരിക്കും, നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. ക്ലിയർ ആണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 3 പോയിന്റും കൂടിയുള്ളൂ. എന്താണ് ഡയറ്റർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി ഈസ് പ്രസന്റ്. നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ബ്ലീഡിങ് ആണ് എങ്കിൽ ഡയറ്റർമി മെഷീൻ അവിടെ എന്തായാലും ഡയറ്റർമി മെഷീൻ അവിടെ മസ്റ്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാലാണ് അത് യൂസ് ചെയ്യുള്ളൂ. അതായത് കൺട്രോൾ അല്ലാത്ത ബ്ലീഡിങ് വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഈ മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് കൺട്രോൾ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. അത് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ യൂഷ്വലി പ്രസന്റ് ആയിരിക്കണം എന്നുള്ളത്. If the surgery requests it, a heat lung machine or other specialized tool may be brought into the room. അതായത് ഈ സർജറി സർജറി ചെയ്യുമ്പോൾ തന്നെ അതിന് ആവശ്യപ്പെട്ട എന്താ ഹേർട്ട് ലങ്സ് മെഷീൻ, എന്തെങ്കിലും പ്രത്യേക മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചില്ല. അതായത് ലങ്സിനും ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെഷീൻസിന്റെ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെഷീൻസിന്റെ ആവശ്യമുണ്ട് എന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. ചില വ്യക്തികൾക്ക് ഓപ്പറേഷനോട് ചേർന്ന് ഡോക്ടേഴ്സിന് അറിയാൻ വേണ്ടി പിന്നീട് കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എക്സ്റേ, ഇപ്പൊ ഡോക്ടേഴ്സ് റിക്വയർഡ് ഈ ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നതനുസരിച്ചായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ സർജറി ചെയ്യുമ്പോൾ ചില പേഷ്യൻസിന്റെ ആവശ്യകത വരും. ഓരോ പേഷ്യൻസിനും വ്യത്യസ്ത അസുഖങ്ങളായിരിക്കും. അപ്പൊ ആ അസുഖങ്ങൾക്ക് അനുബന്ധമായിട്ട് ഡോക്ടേഴ്സിന് അറിയാം ഇന്ന മെഷീൻസ് ഈ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ കീപ്പ് ചെയ്യണം, ഈ വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആ മെഷീൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ ചിലപ്പോൾ ഹേർട്ടും ലങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെഷീൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസുകളായിരിക്കും. ഇതെല്ലാം അവിടെ കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മേ ബി ബ്രോട്ട് ഇൻ ടു ദ റൂമിൽ വാങ്ങി സ്ഥാപിച്ചിരിക്കണം. Then last point, the operating room will likely be called to reduce the bacterial growth. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ബാക്ടീരിയ വളരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ എയർ കണ്ടീഷൻ റൂം ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
ക്ലിയർ അല്ലേ? ലാസ്റ്റ് പാരഗ്രാഫോ ക്ലിയർ അല്ലേ? ഓക്കെ, എനിവേ നമ്മുടെ ടൈം എന്തായാലും അവസാനിച്ചു. ഓക്കെ, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am.